എന്റെ പേര് ക്ലാരമ്മ. ഞാൻ എടൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 4 വർഷത്തോളമായി നടുവേദനയായിരുന്നു. നടുവിന്റെ ഡിസ്ക് അകന്ന് ഞരമ്പ് പിണഞ്ഞു കിടക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യം മരുന്ന് മേടിക്കുകയും കഴിക്കുകയും ചെയ്തിരുന്നു. ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ ഇവിടെ ആവിലാപ്പള്ളിയിൽ പതിവായി വരാറുണ്ട്. വചന ശുശ്രൂഷയിലും പങ്കെടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി ബഹുമാനപ്പെട്ട രാത്സൻ അച്ഛനെ കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നെ കുനിച്ചു നിർത്തി നടുവൻ അച്ഛൻ തൊട്ടു പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് കുനിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. കുറെ നാളായി എനിക്ക് കുനിഞ്ഞു നിൽക്കാനോ കുനിഞ്ഞൊരു സാധനം എടുക്കുവാനോ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കുനിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് രോഗസൗഖ്യം തന്ന ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒത്തിരി നാളുകളായിട്ടുണ്ടായിരുന്ന നടുവേദന കഴിഞ്ഞ ദിവസം 13-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായി മാറി. അതിനുശേഷം ഇതുവരെ ആ രോഗം വന്നിട്ടില്ല എന്ന് അതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. സിമ്മി അങ്ങാടിക്കടവ്. എന്റെ സഹോദരന്റെ 4 വയസ്സായ മോൾക്ക് പെട്ടെന്ന് ക്ഷീണം വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ 500-ൽ കൂടുതൽ ഷുഗർ ആയിരുന്നു. ഇൻസുലിൻ എടുക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം ഇൻസുലിൻ എടുത്തപ്പോൾ കൂടിയും കുറഞ്ഞുമായിരുന്നു. 500-ൽ കൂടുതലും 400-ൽ കൂടുതലുമായിരുന്നു. അച്ഛനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. വ്യാഴാഴ്ചത്തെ ടെസ്റ്റിൽ ഷുഗർ 87-ആയി കുറഞ്ഞു. ഈ അനുഗ്രഹം തന്ന ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 500 ഉണ്ടായിരുന്ന ഷുഗർ എത്രയായി? 87 ആയിട്ട് മാറി. ഏത് മരുന്നാണ്, ഏത് ഇഞ്ചക്ഷനാണ് എടുത്തത്? ഈശോയേന്ന് ചങ്കുപൊട്ടി വിളിച്ചു. 500-ൽ കിടന്ന ഷുഗർ 87ആയി. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഷുഗർ ഉള്ളവരൊക്കെ ഒന്ന് വിളിച്ചേ. ഇത്രയും പേർക്ക് ഷുഗർ ഉണ്ടോ? എന്റെ പേര് ഷിജോ. ഞാൻ വെളിമാനത്ത് നിന്ന് വരുന്നു. ഏപ്രിൽ 18-ന് ദുഃഖവെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മമ്മിയുടെ വയറുവേദന മാറുകയും കൂടാതെ മറ്റനവധി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഏപ്രിൽ 18-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച നമുക്കറിയാം. ഇവിടെ ഈശോ 10 മണി മുതൽ രാത്രി 9 മണി വരെ ഈശോയുടെ പീഡാസഹന രൂപം ധ്യാനിച്ചുകൊണ്ടും ഉരുൾനേർച്ച പാപപരിഹാര ഉരുൾനേർച്ച നടത്തിക്കൊണ്ടുമൊക്കെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന്റെ ഫലമായി അനേകായിരം മക്കൾക്ക് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ഉഷ കുന്നോത്ത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകൻ അഭിഷേകും അഞ്ജനയും തമ്മിലുള്ള വിവാഹം ഈശോ നടത്തി തന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, വിവാഹ തടസ്സം, അനേകം മക്കളുടെ വിവാഹ തടസ്സം മാറാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം. കഴിഞ്ഞ വർഷം 2014 ഒക്ടോബർ 14-ൽ 2024 ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾനേർച്ചയുടെ നിയോഗങ്ങൾ വിവാഹ തടസ്സം മാറുക, ജോലി ലഭിക്കുക, സന്താന സൗഭാഗ്യം എന്നീ 3 നിയോഗങ്ങളായിരുന്നു. ഒത്തിരിയേറെ മക്കൾക്ക് ഈ 3 കൃപകളും കർത്താവ് നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ഷീജ, കോളാരി മട്ടന്നൂർ. ഞാൻ വളരെ കാലമായി ഒരു കിണർ കുഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പല തടസ്സങ്ങൾ കാരണം എനിക്ക് കിണർ കുഴിക്കാൻ സാധിച്ചില്ല. ഞാനും അമ്മയും ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിണർ കുഴിക്കാൻ സാധിച്ചു. കുഴൽ കിണറാണ് കുഴിച്ചത്. 200 അടി താഴ്ചയിൽ വെള്ളം കിട്ടുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ 27 അടി ആയപ്പോഴേക്കും ചെളിയായത് കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി ഇവിടെ കുഴിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ റാപ്സൻ അച്ഛനോട് വോയിസ് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ഞാനും അമ്മയും പ്രാർത്ഥിച്ചു. 150 അടി താഴ്ചയിൽ വെള്ളം കിട്ടുകയാണെങ്കിൽ ആവിലയിൽ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മുന്നോട്ടിനി അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവർ പിന്നീട് ഒരു തടസ്സവും കൂടാതെ കുഴിക്കാൻ തുടങ്ങി. 150 അടിയിൽ വെള്ളം തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു.
ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അമൽ, എടൂർ ഇടവക. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ദുബായിൽ ഒരു ജോലി അവസരം കിട്ടി. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ കിട്ടാൻ വൈകിയപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ജോലിയൊന്നും ആകാതെ വീട്ടിലിരുന്നപ്പോഴാണ് റാപ്സൻ അച്ഛനെ കാണണമെന്ന് തോന്നിയത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വന്നു റാപ്സൻ അച്ഛനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 40 ദിവസം രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ദിവസവും രാത്രി ആവിലയിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി. 20 ദിവസമായപ്പോഴേക്കും ഞാൻ മുൻപ് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്കൊരു ജോബ് വേക്കൻസി വന്നു. അങ്ങനെ എനിക്ക് തിരിച്ച് അതേ കമ്പനിയിൽ തന്നെ ജോലി ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു പണിയില്ലാതിരുന്നപ്പോഴാണ് ആവിലയിലേക്ക് വരാൻ തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അച്ഛൻ ഒരു പണി കൊടുത്തത്. എന്താണ് ആ പണി? 40 ദിവസത്തെ പണി. എന്താണ് 40 ദിവസത്തെ പണി? 8:30 മുതൽ 9:30 വരെ യേശുനാമം. അങ്ങനെ ഒരു പണി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 20 ദിവസം ആ പണിയെടുത്തപ്പോ വിദേശത്ത് കർത്താവ് ജോലിക്ക് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് വിളിക്കും. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അൽഫോൻസ ബിജു. ഞാൻ പെരുമ്പടവ് ഇടവകാംഗമാണ്. 2 വർഷം മുൻപ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു വീടില്ല, എന്റെ സ്ഥാപനത്തിൽ ജോലിയില്ല. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. ഈശോ എനിക്ക് നല്ലൊരു വീട് തന്നു. ആഗ്രഹിച്ചതിലും അധികം ജോലികൾ കൊണ്ട് എന്റെ സ്ഥാപനത്തിൽ ജോലികൾ തന്നു. ഒരുപാട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്റ്റോൺ പോലുമില്ല. അച്ഛൻ പറഞ്ഞിരുന്നു സ്റ്റോൺ പൊടിഞ്ഞു പോകട്ടെ എന്ന്. മോൻ പഠനത്തിൽ A+ എല്ലാ വിഷയത്തിനും നേടി. ഒരുപാട് ദൈവം അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എന്റെ പേര് ഷിൻസി, ആലക്കോട് നിന്ന് വരുന്നു. 1 വയസ്സുള്ള കുഞ്ഞും ഹസ്ബൻഡും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഞാൻ OETക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചെറിയ കുഞ്ഞിനെ വെച്ച് പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആകെ അവൻ ഉറങ്ങുന്ന സമയം മാത്രമേ എനിക്ക് പഠിക്കാൻ കിട്ടുമായിരുന്നുള്ളൂ. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ മിംസ് ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് മിക്കപ്പോഴും കുഞ്ഞും ഞാനും മാത്രമേ വീട്ടിലുണ്ടായിരിക്കുകയുള്ളൂ. പഠിക്കാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. ആ സമയത്ത് ചേട്ടന്റെ 2 കൈകളിലും ചൊറിഞ്ഞ് സോറിയാസിസ് പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഇത് കാണിക്കുകയും ഉമിനീരെടുത്ത് പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് സൗഖ്യപ്പെടും, സാക്ഷ്യം വന്ന് പറയണമെന്ന്. അതിനുശേഷം രാത്രികളിൽ ആരും കാണാതെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ തന്ന പ്രാർത്ഥനയും ചൊല്ലും. അതിനുശേഷം ഞാൻ OET എക്സാം എഴുതി. എനിക്ക് റീഡിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ എക്സാമിൽ. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് B ഗ്രേഡ് എനിക്ക് കിട്ടി. റൈറ്റിംഗിനാണെങ്കിൽ ഉയർന്ന സ്കോറും സ്പീക്കിങ്ങിന് 340. ചെറിയ മാർക്കിനാണ് B ഗ്രേഡ് പോയത്. അതിന് അഥവാ കിട്ടിയില്ലെങ്കിലും ക്ലബ്ബ് ചെയ്യുമ്പോൾ എല്ലാത്തിനും B ഗ്രേഡ് ഉണ്ട്. അതുമാത്രമല്ല, ക്ലബ്ബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ റിസൾട്ടിൽ തന്നെ അയർലൻഡിൽ പോകാൻ ഞാൻ എലിജിബിൾ ആണ്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കൈമുട്ടിലെ ചൊറിച്ചിൽ പൂർണ്ണമായും ഭേദമായി. ചെറിയൊരു പാട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സോറിയാസിസ് രോഗപീഠയിൽ നിന്ന് കർത്താവിന് സൗഖ്യം ലഭിച്ചു. അതുപോലെ സഹോദരിക്ക് പരീക്ഷയിൽ ഉന്നതമായ സ്കോർ ലഭിച്ചു. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചെല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് സിസിലി. ഞാൻ വെളിമാന ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ ഇടതു കൈക്ക് കുറച്ചു നാളായി ഭയങ്കര വേദനയും മരവിപ്പുമായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെയും കണ്ടു. ഞാൻ 4 വ്യാഴാഴ്ച ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിന്മേൽ വലിയുകയും അപേക്ഷ എഴുതി കെട്ടിയിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്റെ കൈയുടെ അസുഖം മാറ്റിത്തരണമേ, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. 2ാമത്തെ ആഴ്ചയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഒട്ടും ഉയർത്താൻ കഴിയാതിരുന്ന കൈ ഉയർത്താനും കൈകൊട്ടി പ്രാർത്ഥിക്കാനും സാധിച്ചു. 3ാമത്തെ ആഴ്ച വന്നപ്പോൾ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും ആവില മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കൈയുടെ ആ വേദന ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവിന് വേണ്ടി കരമുയർത്താൻ തുടങ്ങിയപ്പോൾ കർത്താവ് കരങ്ങളെ സുഖപ്പെടുത്തി. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ സമ്പത്തിനെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു വഴിയാണ് അത് കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക എന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശരീരം സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. സമ്പത്തിനെ നമ്മൾ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി, അവിടുത്തെ രാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകളിലുള്ള ബന്ധനങ്ങൾ വിട്ടുപോകും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഞാൻ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ മകൾ ഷാർജയിൽ 2 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ പണി കൂടുതലും പൈസ കുറവുമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പണി നിർത്തി വേറെ ഇന്റർവ്യൂവിന് പോകുവാൻ തുടങ്ങി. ഇന്റർവ്യൂ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ വിസയുടെ കാലാവധി കഴിഞ്ഞു. പിന്നെയും വിസ പുതുക്കി, എന്നിട്ടും ജോലിയാകുന്നില്ല. ഇനി വിസ പുതുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പറഞ്ഞു, അവൾക്ക് ഈശോയെ അങ്ങയുടെ കരുണയിൽ എന്ന പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അച്ഛനെ കണ്ടു. അന്ന് വൈകുന്നേരം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവൾ അതിന് പോവുകയും അതിന് കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി കർത്താവ് നൽകി, നല്ല ശമ്പളത്തോടുകൂടെ, അല്ലെ? ആദ്യത്തെ ജോലി എങ്ങനത്തെ ജോലിയായിരുന്നു? ജോലി കൂടുതലും പൈസ കുറവ്. ഇപ്പോഴത്തെ ജോലി എങ്ങനെയായിരിക്കും? പൈസ. ഹല്ലേലൂയ. ഒച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അമ്പർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. എന്റെ പേര് ലിസ്മേരി. ഞാൻ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ സൗദിക്ക് പോകുവാൻ പരീക്ഷ എഴുതി. അതെനിക്ക് വിജയം തന്ന് എന്റെ ഈശോ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി. പരീക്ഷകളിൽ ഉന്നതമായ വിജയം കർത്താവ് നൽകുന്നതിനെ ഓർത്ത് വിളിക്കാം, ഈശോയേ. ആവിലായിലെ അമ്മ ത്രേസ്യയെ ബന്ധിതനായ ഈശോയെ, ഉളിക്കലിൽ താമസിക്കുന്ന എന്റെ മകളുടെ മകൻ അമേഘിന് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. മോന് 2 കണ്ണിന്റെയും പോളയും അടഞ്ഞു പോവുകയായിരുന്നു. നിഖിൽ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ കണ്ണിലെ വെള്ളം വറ്റുകയാണ് എന്ന് പറഞ്ഞു. അതിന് മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വയറ്റിൽ നിന്ന് ഒഴിച്ചിലും ഛർദിയും വന്നു. അപ്പോൾ പറഞ്ഞു, ശരീരത്തിലെയും വെള്ളം വറ്റുകയാണെന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വരും. ജോസഫ് അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. ഇങ്ങനെ 3 തവണ വന്നു. 4ാം പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് മുട്ടിൽ നീന്തുകയും ബന്ധിതനായ ഈശോയുടെ പ്രാർത്ഥന 101 തവണ ചൊല്ലുകയും ചെയ്തു. തിരിച്ചു വന്ന് വിവരം അന്വേഷിച്ചപ്പോൾ മോന് കുഴപ്പമൊന്നുമില്ല എന്നറിയാൻ ഇടയായി. ബന്ധിതനായ ഈശോയ്ക്കും
ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കണ്ണ് പോളകൾ ഇങ്ങനെ അടഞ്ഞു പോകുന്നു, ശരീരത്തിൽ വെള്ളം വറ്റുന്നു എന്നൊക്കെയുള്ള ചെറിയ കൊച്ചാണ്. ആ വലിയ ഒരു രോഗപീഠയിൽ നിന്ന് കർത്താവ് സംരക്ഷിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് അനു. ഞാൻ കല്ലുവയൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ACCA സ്റ്റുഡന്റ് ആയിരുന്നു. പലവട്ടം എഴുതിയിട്ടും അതിലൊരു പേപ്പർ മാത്രം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് യേശുനാമ ജപ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മുട്ടേൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഞാൻ ആ പരീക്ഷ പാസ്സാവുകയും ഞാൻ ആഗ്രഹിച്ച നല്ലൊരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഇന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. ആ നിമിഷം തന്നെ ഞാൻ സാക്ഷ്യം എഴുതി ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പല പ്രാവശ്യം എഴുതിയിട്ടും വിജയിക്കാൻ കഴിയാതിരുന്ന ACCA ഒരു പേപ്പർ ഇവിടെ വന്ന് യേശുനാമ ജപത്തിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പല ദിവസങ്ങളിൽ യേശുനാമ ജപത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആ പരീക്ഷ എഴുതി കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് സോഫിയ. മണിപ്പാറയിൽ നിന്ന് വരുന്നു. ഇവിടെ വന്ന് നിയോഗം കെട്ടിയിടുകയും മുട്ടിലെഴിഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എന്റെ തൈറോയിഡ് സർജറി കഴിഞ്ഞുള്ള അയഡിൻ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളും നോർമൽ എന്ന റിസൾട്ട് നൽകി ദൈവം അനുഗ്രഹിച്ചു. എന്റെ മോൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ആദ്യ ചാൻസിൽ തന്നെ പാസ്സായി. എനിക്കും മോനും ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് അനുമോൾ ജോണി. വിദേശത്ത് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്ന് 6 മാസം എല്ലാ വ്യാഴാഴ്ചയും മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 2020 ഒക്ടോബറിൽ സൗദി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. നല്ല ജോലി കർത്താവ് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് കരങ്ങടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ബിന്ദു. ഞാൻ കരുവഞ്ചാലിൽ നിന്ന് വരുന്നു. എന്റെ മകൾക്ക് ഒരു തെറ്റായ സ്നേഹബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. +2 എക്സാമിന്റെ സമയത്താണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത്. വെക്കേഷൻ സമയത്ത് ആവില പള്ളിയിൽ എല്ലാ ആഴ്ചകളിലും വന്ന് അവളോട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. ദൈവാനുഗ്രഹത്താൽ ഈശോ ആ ബന്ധത്തിൽ നിന്ന് വിടുതൽ നൽകി. കൂടാതെ +2-ൽ 94% മാർക്ക് ലഭിക്കുകയും ഗവൺമെന്റിൽ നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റായ പ്രണയബന്ധത്തിൽ നിന്ന് ഒരു കുടുംബത്തിലെ ഒരു മകൾ, അവൾക്ക് മോചനം കിട്ടുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മുഴുവൻ ക്യാൻസർ മാറിയതുപോലെയുള്ളൊരു അനുഭവമാണ്. അപ്പോൾ കർത്താവ് അപ്രകാരമുള്ള ചില തിന്മകളുടെ ബന്ധനങ്ങളിൽ നിന്ന് ശുദ്ധത കവരുന്ന ദുഷ്ടർ ഒഴിഞ്ഞു പോകാൻ കർത്താവ് അവിടുത്തെ നാമത്തിന്റെ യോഗ്യതകളാൽ കൃപ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ശുദ്ധത കവരും ദുഷ്ടരൊഴിഞ്ഞത് യേശുനാമത്തിൽ, ആത്മാവിൽ പുതുജീവൻ നേടിയ യേശുനാമത്തിൽ, അത്ഭുതങ്ങളും അടയാളം കരമടിച്ച് സുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എന്റെ പേര് ഷീജ. ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് 11 വയസ്സുള്ള എന്റെ മകന് വേണ്ടിയാണ്. മകന് 4 വർഷമായി വിട്ടുമാറാത്ത തുമ്മലും തുമ്മുമ്പോൾ കണ്ണു ചൊറിച്ചിലുമായിരുന്നു. 2 ഡോക്ടർമാരെ കണ്ടപ്പോഴും മൂക്കിൽ ദശ വളരുകയാണ്, അതിന് സർജറി വേണമെന്നും പറഞ്ഞിരുന്നു. ഞാൻ മകനെയും കൂട്ടി ആവിലയിൽ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ നാവിലെ ഉമിനീർ കൊണ്ട് മോന്റെ മൂക്കിൽ പുരട്ടി ഒരു പ്രാർത്ഥനയും ചൊല്ലാൻ പറഞ്ഞുകൊടുത്തു. ആവിലയിൽ വരുമ്പോൾ
യിൽ നിന്ന് 101 പ്രാവശ്യം മകൻ ഈശോയെ എന്ന് ചൊല്ലുകയും മുട്ടിന്മേൽ നേർച്ച നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തു. എക്സ്റേ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മകളെ വിളിച്ചു പറഞ്ഞു, 101 പ്രാവശ്യം ഈശോയെ എന്ന് ചൊല്ലണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, മോന്റെ മൂക്കിൽ ദശയില്ല, പൊടിയുടെ അലർജിയാണ്. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 8-ാം തീയതി എഴുതിയിരിക്കുന്ന ഈ മാസം മെയ് മാസം 8-ാം തീയതി എഴുതിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. 4 വർഷമായിട്ട് വിട്ടുമാറാത്ത തുമ്മലും ഒക്കെ കണ്ണ് ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. മൂക്കിൽ ദശ വളരുന്നുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത്. കർത്താവ് ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവ് തന്റെ വചനം അയച്ച്, ഞാൻ ഈശോയുടെ കുഞ്ഞാണ്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത്. കൊച്ചി പ്രാർത്ഥന ചൊല്ലി മൂക്കിൽ വളർന്നിരുന്ന ദശ കർത്താവ് എടുത്തു മാറ്റി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് ലിസി. ഞാൻ കേളകത്തു നിന്ന് വരുന്നു. കാനഡയിൽ ജോലി ചെയ്യുന്ന മകന് നല്ല ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. നല്ല ജോലി നൽകുന്ന കർത്താവിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് മേഴ്സി. ഞാൻ പയ്യാവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ മോൾ ഒരു ജോലിക്ക് വേണ്ടി ജനുവരി 29-ാം തീയതി വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയി. 2 മാസമായിട്ടും ജോലി ശരിയായില്ല. വീണ്ടും വിസ പുതുക്കി. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 5 വ്യാഴാഴ്ച വന്ന് ധ്യാനം കൂടാമെന്നും ജോലി കിട്ടിയാൽ ഇവിടെ സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നിരുന്നു. അതിന്റെ ഫലമായി 5-ാമത്തെ ആഴ്ച മോൾക്ക് ജോലി കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. നല്ല ജോലി നൽകി അനുഗ്രഹിച്ച കർത്താവിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് തോമസ്. കരിക്കോട്ടക്കരിയിൽ നിന്ന് വരുന്നു. എന്റെ മരുമകന് ലഭിച്ച ഒരു അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്റെ മരുമകന് UK ഒരു NHS ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഇന്റർവ്യൂ വന്നു. അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് മെയിൽ വന്നു. ഞാൻ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇന്റർവ്യൂ സെലക്ഷൻ ആവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. കരമടിച്ച് നന്ദി പറയാം. ഇന്റർവ്യൂ പാസ്സാവാനും ജോലി ലഭിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ, 3 ജോലികളുടെയാണ് ഇപ്പോൾ അടുപ്പിച്ച് വായിച്ചു. ഒന്ന് കാനഡയിൽ, ഒന്ന് ദുബായിൽ, ഒന്ന് UK. നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ എത്തി എന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. കർത്താവാണ് നമുക്ക് വിജയം തരുന്നത് എന്ന ബോധ്യത്തോടെ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് മിനി. ഞാൻ ചെമ്പേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എന്റെ ഒരു വിസ്ഡം ടീത്ത് പറിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പറിക്കുമ്പോൾ നെർവിന് മുറിവ് സംഭവിക്കാൻ 75% സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ ചുണ്ടിന്റെ ഒരു വശത്ത് മരവിപ്പ് വരാനും അത് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും ഡോക്ടർ പല്ലെടുക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു. പല്ലെടുക്കുന്നതിന് 1.5 മണിക്കൂറോളം സമയമെടുത്തു. ആ സമയം മുഴുവനും ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മരവിപ്പൊന്നും വരാതെ പല്ലെടുക്കുവാൻ സാധിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അത് പല്ലെടുക്കുന്ന കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവിൻ, പ്രാർത്ഥിക്കുന്നവരാകുവിൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ പേര് സംല. ഞാൻ പിണറായിയിൽ നിന്ന് വരുന്നു. 2023 മെയ്യിലാണ് ഞാൻ ആദ്യമായി ആവില പള്ളിയിൽ വരുന്നത്. എന്റെ മകൾക്ക് വിട്ടുമാറാത്ത ചുമയും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. എന്റെ മകളെയും കൂട്ടിയാണ് വന്നത്. അന്ന് സന്ധ്യയ്ക്ക് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവൾക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി. 11 ആഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അച്ഛൻ പറഞ്ഞു. അവൾക്ക് 2 ആഴ്ചയെ വരാൻ പറ്റിയുള്ളൂ. പിന്നീട് ഞാനാണ് വന്നത്. കണ്ണൂരും കോഴിക്കോടുമായി ഒരുപാട് ചികിത്സ നടത്തി. പിന്നീട് മംഗലാപുരത്ത് പോയി. അവിടെ വെച്ചാണ് കുറച്ച് സുഖപ്പെട്ടത്. അവൾക്ക് പരിപൂർണ സുഖമായാൽ ഞാൻ ആവില പള്ളിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അവൾക്ക് എല്ലാം സുഖപ്പെട്ടു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ്. അവന് +2 ഫുൾ A+ വാങ്ങി പാസ്സായാൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു.
ഈശോയുടെയും ആവിലാമ്മയുടെയും അനുഗ്രഹത്താൽ അവന് ഫുൾ A+ കിട്ടുകയും ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഈശോയ്ക്കും 1000 നന്ദി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് സേവ്യർ, ചെട്ടിയാമ്പറമ്പിൽ നിന്ന് വരുന്നു. എനിക്ക് പ്രഷറും ഷുഗറും കൂടുതലായി, ചൊറിഞ്ഞു തടിച്ച് അലർജി പോലെയായി. കുറെ മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 33 ആഴ്ച ആരാധനയിൽ പങ്കെടുക്കുവാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ പൂർണ്ണമായി കുറഞ്ഞു. പ്രാർത്ഥിച്ച അച്ഛനും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് സഫിയ, സ്ഥലം ഇരിട്ടി. കഴിഞ്ഞ ആഴ്ച എന്റെ 3 പവന്റെ സ്വർണമാലയും 1 മോതിരവും നഷ്ടപ്പെട്ടു. ഞാൻ ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന നിരന്തരം ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ അച്ഛന് മെസ്സേജ് ചെയ്യുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു അത് തിരികെ ലഭിക്കും. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വർണം തിരികെ ലഭിച്ചു. അതുപോലെ എന്റെ നട്ടെല്ലിനും നല്ല വേദനയായിരുന്നു. നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. വെഞ്ചരിച്ച എണ്ണയും ഉപ്പും ഞാൻ ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് ഒട്ടും വേദനയില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ശക്തമായ നടുവേദന ഉണ്ടായിരുന്നത് മാറി. അതുപോലെ തന്നെ 3 പവന്റെ മാലയും, എത്ര പവന്റെ മോതിരമാണെന്ന് എഴുതിയിട്ടില്ല, എന്നാലും 3 പവൻ പോയി കഴിഞ്ഞാൽ അല്ലേ ജീവൻ പോയ പോലെയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥതയിൽ തിരികെ ലഭിക്കാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് അജിൽ. ഞാനൊരു സെമിനാരി വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ കൊല്ലം എനിക്കൊരു നടുവേദന വരികയും ഡോക്ടറെ കാണിച്ചപ്പോൾ കൗമാരക്കാർക്ക് വരുന്ന ഒരുതരം വാദമാണെന്നും പറഞ്ഞു. തുടർച്ചയായി ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ആവിലയിൽ വരികയും അച്ഛനെ കാണുകയും ചെയ്തു. ഗുളിക ഇനി കഴിക്കേണ്ടതില്ലെന്നും ഈശോ സുഖപ്പെടുത്തിയെന്നും അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. മരുന്ന് നിർത്തരുതെന്നും നിർത്തിയാൽ രോഗം കൂടുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഇപ്പോൾ 5 മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് നന്ദി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പഠിക്കുന്ന, അതായത് 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വാതരോഗമാണ്. ഇനി ഒരിക്കലും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം. വാദത്തിന് മരുന്ന് കഴിക്കുന്നവരെ സെമിനാരിയിൽ നിർത്താനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സെമിനാരി പഠനം തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരവസ്ഥയിൽ ഈ മകനും മകന്റെ പിതാവും കൂടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നടുവേദനയൊക്കെ മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് മരുന്ന് ഒരിക്കലും നിർത്തരുതെന്ന്. അച്ഛൻ പറഞ്ഞു മരുന്ന് കഴിക്കണ്ടെന്നാണ് ഈശോ പറയുന്നത്. ഏത് കേൾക്കും? 17-18 വയസ്സുള്ള മകനാണ്, ഒരു ചെറുപ്പക്കാരൻ. ഏത് കേൾക്കും? ഹല്ലേലൂയ. പക്ഷെ ആ മകൻ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അച്ഛൻ പറഞ്ഞത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്തു. നിന്നേ വരെ ആ സുഖവും ആ വാദത്തിന്റെയോ നടുവേദനയുടെയോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയും ചെയ്തില്ല. കർത്താവിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. കരമുയർത്തി കരമടിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം
എന്റെ പേര് ഷേർലി, വെള്ളരിക്കുണ്ടിൽ നിന്ന് വരുന്നു. എന്റെ ഹസ്ബൻഡിന് രാത്രിയിൽ ശ്വാസമുട്ടൽ വരികയും ഓക്സിജൻ ലെവൽ വളരെ താണുപോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ആവില പള്ളിയിലെ എണ്ണ തേക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഈശോയെ എന്ന് നിരന്തരം വിളിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 മിനിറ്റ് വ്യത്യാസത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണെന്ന്. അറ്റാക്ക് വന്നതാണെന്നും 99% ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നീക്കം ചെയ്തു. ഹസ്ബൻഡിന് യാതൊരു അപകടവും വരാതെ കാത്ത ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിടാമെന്നും ഉരുൾ നേർച്ചയും നേർന്നു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. എന്റെ പേര് റോസമ്മ, മാങ്ങോട് നിന്ന് വരുന്നു. എന്റെ മകൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എന്റെ മകൾക്ക് ഡിസംബർ 25-ാം തീയതിക്ക് മുൻപ് ജോലി ലഭിക്കുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഡിസംബർ 13-ാം തീയതി അവൾക്ക് ചെറിയൊരു ജോലി ലഭിച്ചു. എല്ലാ ദിവസവും കർത്താവെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും ഈശോയെ എന്ന് 101 പ്രാവശ്യം ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് രാജി, പണിച്ചാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവ് റജിക്ക് വേണ്ടിയാണ്. 2024 മെയ്യിൽ ലിംഫോമ ക്യാൻസർ ബാധിച്ച് മലബാർ ക്യാൻസർ സെൻ്ററിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ശരീരം മുഴുവനും മുഴകളായി, എഴുന്നേക്കാൻ മേലാതെ തളർച്ചയിൽ കിടക്കുകയായിരുന്നു. ഒരു ഭക്ഷണം കഴിക്കുവാനോ ഒന്ന് എഴുന്നേൽക്കുവാനോ ഒന്നും സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവിടുന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 4 ഹീമോ ചെയ്തു. ഹീമോയിൽ അത്യാവശ്യം വേദനകളും ശരീരത്തിന് വേദനകളൊക്കെ കുറഞ്ഞു. പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്താൻ മാത്രമേ ആയിട്ടുള്ളൂ. മുഴകളൊന്നും കുറഞ്ഞിട്ടില്ല. മുഴകൾ കൂടി വരികയല്ലാതെ മുഴകളൊന്നും കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഡോക്ടർ ഹീമോ മാറ്റി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഹീമോയും കൂടെ ചെയ്തു. യാതൊരു ഫലവും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു പെറ്റ് സ്കാൻ എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ആവിലായി വന്ന അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഈശോയുടെ സ്നേഹവും കരുണയും സമാധാനവും ഞങ്ങളിൽ വന്ന് നിറഞ്ഞു കവിയാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 500 പ്രാവശ്യം പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി പിന്നെയും ഡോക്ടറെ കണ്ടു. ഡോക്ടർ റിസൾട്ട് എല്ലാം നോക്കി, പെറ്റ് സ്കാൻ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇനി ഹീമോ ചെയ്യാൻ സാധ്യമല്ല, വെയിറ്റ് തീരെ കുറവാണ്. അഥവാ ചെയ്താൽ തന്നെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഹീമോ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കാകെ വിഷമമായി. മുഖത്തൊന്നും നോക്കാൻ പറ്റത്തില്ല, അതുപോലെ മുഴകളെല്ലാം ബൾജായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി റേഡിയേഷൻ വല്ലതും ചെയ്യാൻ പറ്റുമോ, മുഖത്തെയെങ്കിലും മാറിക്കിട്ടാൻ ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ചെയ്താലും അത് വീണ്ടും വരും എന്ന് പറഞ്ഞു. ഞങ്ങളാകെ സങ്കടത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഡോക്ടറിൻ്റെ മുറിയിൽ നിന്നിറങ്ങി ഞങ്ങൾ സങ്കടപ്പെട്ട് വന്നു പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും എന്തോ ആരോ ഒരു ശക്തി പറയുന്നത് പോലെ പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് പോയി കരഞ്ഞു പറഞ്ഞു എന്ത് വന്നാലും വേണ്ടില്ല, ഹീമോ ചെയ്യുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ റിസൾട്ട് എല്ലാം ഒന്നും കൂടെ നോക്കി, വെയിറ്റും ഒന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞു എന്നാൽ അടുത്ത അപ്പോയിൻമെൻറ്റ് തരാം, നിങ്ങൾക്ക് ഹീമോ ചെയ്യാം വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഹീമോ ചെയ്തു. ആദ്യത്തെ ഹീമോ കഴിഞ്ഞ് 3-ാം പൊക്കം ശരീരത്ത് അരിവാരി വിതറിയോലെ ഉണ്ടായിരുന്ന മുഴകൾ ഒന്നുമില്ലാതെ ചുങ്ങിപ്പോയി. അതിനുശേഷം ഞങ്ങൾ 6 ഹീമോ ചെയ്തു. അത്യാവശ്യം പിടിച്ച് എഴുന്നേറ്റ് ഇരിക്കാം എന്ന സ്ഥിതിയിലായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് നടക്കാനൊക്കെ ആവും, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഡോക്ടറെ കാണാൻ പോയി. പെറ്റ് സ്കാൻ എടുക്കാൻ പറഞ്ഞു. പെറ്റ് സ്കാൻ ചെയ്തു.
അപ്പോൾ 90% സൗഖ്യമായതായിട്ടാണ് ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റും. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. എവിടെയാണ് മോളെ വീട്? കണിച്ചാറാണ് ഇവരുടെ വീട്. പ്രിയപ്പെട്ടവരെ, ലിംഫോമ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളെയാണ് ലിംഫോമ എന്ന് വിളിക്കുന്നത്. അത് ആദ്യത്തെ പെറ്റ് സ്കാൻ അനുസരിച്ച് 10-40ഓളം ഈ ശരീരത്തിൽ മുഴുവൻ ഈ കറുത്ത പാടുകൾ കാണുന്നത് മുഴുവനും ക്യാൻസറിന്റെ എണ്ണി നോക്കാനായിട്ട് പറ്റാത്ത വിധത്തില് ശരീരത്തിൽ, അതാണ് സഹോദരി പറഞ്ഞ, അരി വാരി വിതറിയതുപോലെ ശരീരത്തിന്റെ മുഖത്തും മറ്റു ഭാഗങ്ങളിലെല്ലാം മുഴ വന്ന് വീർത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ കാണുന്ന സൗന്ദര്യമൊന്നുമല്ല അല്ലേ. 4 പേര് എടുത്തുകൊണ്ടാണ് റെജിമോനെ ഇങ്ങോട്ട് 47 വയസ്സുള്ള 47 വയസ്സല്ല 49 വയസ്സുള്ള റെജിമോനെ 4 പേര് എടുത്തുകൊണ്ട് വന്ന റെജിമോനെ ഇന്ന് കർത്താവ്, അതുപോലെ തന്നെ ആദ്യത്തെ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പരിശോധിച്ചപ്പോൾ ഒരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, ശരീരത്തിന് വെയിറ്റ് ഒക്കെ കുറവായതുകൊണ്ട് ട്രീറ്റ്മെന്റ് തന്നെ സാധ്യമല്ല. അതായത് മനുഷ്യന് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരിവിടെ വരികയും കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന പ്രാർത്ഥനാ മന്ത്രം ചൊല്ലാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തത്. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമെന്ന് പറഞ്ഞത് കർത്താവിന് സാധ്യമായതിന്റെ ഒരു തെളിവാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന റെജിമോൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസത്തിന്റെ, ഓരോ സാക്ഷ്യവും വിശ്വാസത്തിന്റെ കഥയാണ്. ഇപ്രകാരം അനങ്ങാൻ പറ്റാതെ എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ പറയും, ഒന്ന് അച്ഛനൊന്നും കൂടി വിളിച്ചാൽ നന്നായിരുന്നു. പള്ളിയിൽ വരെ ഒന്നും പോകാനുള്ള സമയവും ഇല്ല, പള്ളിയിൽ വരെ പോകാനുള്ള ശക്തിയൊന്നുമില്ല, എനിക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല, എനിക്ക് അവിടെ പോയി ഇരിക്കാൻ സമയം അത് പറ്റൂല. പ്രിയപ്പെട്ടവര്, വീട്ടിലാണെങ്കിലും ഒന്നില്ലെങ്കിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം. വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പള്ളിയിലാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ കിടക്കാം. രണ്ടും രണ്ടാണ്. വീട്ടിലിരിക്കുന്നതും പള്ളിയിലിരിക്കുന്നതും രണ്ടും രണ്ടാണ്. കുറച്ചു നേരം ഏത് രോഗമാണെങ്കിലും നിങ്ങൾ കുറച്ചു നേരം ഇവിടെ വന്നൊന്ന് കിടന്നോ. കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്ന് ഇരിക്കണമെന്നില്ല. ഇരിക്കാൻ പറ്റാത്തവര് കുറച്ചു നേരം വന്ന് കിടക്ക്. കർത്താവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് സമയം കൊടുക്കുമ്പോൾ, കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മൾ ലയിച്ചു ചേരുമ്പോൾ ഈശോ സൗഖ്യമാണ്, ഈശോ സൗഖ്യമാണ്. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എൻ്റെ പേര് അമ്പിളി. ഞാൻ തൊണ്ടിയിൽ നിന്നും വരുന്നു. സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. മോൻ്റെ പേര് അഡോൺ. അവന് കഴിഞ്ഞ 1 മാസമായിട്ട് വല്ലാത്ത പനിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് നാവ് കുഴയുകയും സംസാരം ക്ലിയർ അല്ലാത്ത രീതിയിൽ കണ്ണെല്ലാം മറിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം ട്രീറ്റ്മെൻറ്റിൽ ഡോക്ടർ പറഞ്ഞത് മൂക്കിൽ അഡിനോയിഡിൻ്റെ 3rd ഗ്രേഡാണ്. ഇവിടെയായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൽ മാറുന്നില്ലെങ്കിൽ സർജറി ചെയ്ത് ബയോപ്സി അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച മോനെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഉമിനീരെടുത്ത് അവൻ്റെ മുഴയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു മുഴ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറിയിട്ടുള്ളൂ.
അല്ല, അവന് വെയിറ്റും കുറയുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവന് ഇവിടെ ഞങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 1.5 കിലോ വെയിറ്റും കൂടി. പഴയതുപോലെ തന്നെ സംസാരം എല്ലാം നല്ല ക്ലിയർ ആണ്, നല്ല പോലെ തന്നെ ആക്റ്റീവും ആണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആവിലായിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവനെ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്ത അച്ഛന് 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 9 വയസ്സുള്ള അഡോൺ എന്ന് പറയുന്ന ഈ മകന്റെ 10-ാം തീയതി, അതായത് ഇന്ന് 15-ാം തീയതി, കഴിഞ്ഞ 10-ാം തീയതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഡോക്ടറെ കണ്ടതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഇതനുസരിച്ചാണ് ഡോക്ടർ പറഞ്ഞത് ഈ കഴുത്തിലുള്ള മുഴ ഒരു സർജറി ചെയ്യുകയും ബയോപ്സിക്ക് അയക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. കുറച്ച് മരുന്നൊക്കെ കഴിച്ച് നോക്കാം. എങ്കിലും ആ മുഴ സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞിരുന്നു. 10-ാം തീയതി ശനിയാഴ്ച. അങ്ങനെയാണ് ഇവര് ചൊവ്വാഴ്ച 13-ാം തീയതി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. സഹോദരി പറഞ്ഞതുപോലെ ഇപ്പോൾ ആ മുഴ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ കർത്താവ് അഡോണിനെ സുഖപ്പെടുത്തി. അഡോണിന്റെ പനി കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അല്ലേ, 9-ാമത്തെ വയസ്സില് സർജറി ചെയ്യുകയും അത് ബയോപ്സിക്ക് അയക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പകുതിയല്ല മുഴുവൻ ചത്തതുപോലെയാവും. ഹല്ലേലൂയ. കർത്താവ് ആ മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന് ജീവനിലേക്ക്, ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് പിടിച്ചുയർത്തിയതിനെ ഓർത്ത്. അതുപോലെ തന്നെ അവന്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെയിറ്റ് കൂടി, സംസാരം നാവ് കുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ മാറി നന്നായി സംസാരിക്കാനായിട്ട് തുടങ്ങി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. നിഷ, ഞാൻ കാസർഗോഡ് ജില്ലയിലെ കരിവേടകം മേരിപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറേ കാലമായിട്ട് ഭയങ്കര നടുവേദനയും കൈക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പള്ളിയിൽ പോയി കൈകൂപ്പി നിന്നാൽ എനിക്ക് പിന്നെ കാല് പറിച്ചു വെക്കാൻ പറ്റത്തില്ല. അസഹനീയമായ വേദനയായിരുന്നു. പള്ളിയിൽ പോയാൽ ഞാൻ മുഴുവൻ നേരം ഇരിക്കുമായിരുന്നു ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ കുറച്ച് പാത്രം പോലും കഴുകിയാൽ വരെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് ഞാൻ പോയി കിടക്കുമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് അലർജിയാണ്. അപ്പം ഞാൻ ഹോമിയോ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കുറേ നാൾ മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ മരുന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ വരാഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുറവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു MRI എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ MRI എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്കിന് 4 സ്ഥലത്ത് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, പിന്നെ വളവും ഉണ്ട്, പിന്നെ തേയ്മാനവും ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വേദന വരുന്നത്. ഫിസിയോതെറാപ്പിയും ഹോമിയോ മരുന്നും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുക, അവിടെ ചെന്നിട്ട് ഞാൻ ആയുർവേദം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ നെല്ലിപ്പാറയ്ക്ക് വന്നു. അവിടെ വന്നിട്ട് അവിടെ വീട്ടിൽ വന്നൊരു വൈദ്യുതി തിരുമ്മി. അതിനുശേഷം 4 ദിവസം തിരുമ്മി. അതിന് ഞായറാഴ്ച രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നേരമൊക്കെ വെളുത്ത് വരുമ്പോഴത്തേന് എനിക്ക് വേദന കൂടിയിട്ട് എനിക്ക് കിടക്കാനും വയ്യ, കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങിയിട്ട് ഇരിക്കാനും വയ്യ. അങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് തിങ്കളാഴ്ച വീണ്ടും വൈദ്യുതി വന്നു. അയാൾ മരുന്നൊക്കെ വെച്ച് കെട്ടി തന്നു. അയാൾ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് കരയാനല്ലാണ്ട് വേറൊന്നും പറ്റുന്നില്ല. എൻ്റെ നടു അവിടെ നിന്ന് അനക്കാൻ പറ്റുന്നില്ല. കാലും കൈയൊക്കെ അനക്കാൻ പറ്റും, പക്ഷെ നടു അനക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനൊരു വെള്ളവും കുടിക്കുന്നില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ എഴുന്നേക്കാൻ വയ്യ. എടുത്തോണ്ട് പോകാന്ന് വെച്ചാൽ ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ മേലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പപ്പയും അമ്മയും കൂടെ എന്നെ താങ്ങി പിടിച്ച് എന്നെ കസേരയിൽ തിണ്ണയിൽ കൊണ്ടുവന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഇരുട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൈയും അങ്ങോട്ട് മരച്ച് തരിച്ച് കോച്ചി ഇങ്ങനെയൊക്കെ പോകും. അതുപോലെ തന്നെ എൻ്റെ കിറിയെല്ലാം കോടി, പിന്നെ കണ്ണെല്ലാം ഇങ്ങനെ മറിഞ്ഞെല്ലാം പോയി. എനിക്ക് ഒട്ടും വയ്യ. അന്നേരം ഞാൻ അവിടുന്ന് കൊച്ചിനോട് പറഞ്ഞു കൊച്ചേ ഒന്ന് അച്ഛനെ വിളിച്ചേന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അച്ഛനെ വിളിച്ചാൽ കിട്ടാത്ത അച്ഛൻ ആ സെക്കൻഡിൽ എടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് പെട്ടെന്ന് ആശുപത്രിയിൽ പൊക്കോ, എന്നിട്ട് നാളെ അച്ഛൻ ഇവിടെയുണ്ട്, ഇവിടെ വരികയും ചെയ്യണമെന്ന് പറഞ്ഞു.
അങ്ങനെ പെട്ടെന്ന് വണ്ടി വിളിച്ച് എന്നെ വീട്ടുകാരെ എടുത്ത് വണ്ടിയിൽ കയറ്റി വണ്ടിയിൽ നിന്ന് ഒരിച്ചിരി അങ്ങോട്ട് പോയപ്പോഴത്തേന് എൻ്റെ കൈയും എൻ്റെ എല്ലാം ശരിയായി തുടങ്ങി. അത് എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് അലർജി ആയതുകൊണ്ട് അവരാരും ഒന്നും ചെയ്യുകയില്ല. എന്നിട്ട് അങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ അവർ കാൽസ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ വേദന സഹിക്കാതിരിക്കാൻ അവർ വേദനയുടെ മരുന്ന് തരത്തില്ലല്ലോ, അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കത് തടിച്ച് നീര് വെക്കുവാണ്, അലർജിയാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഓയിൽമെൻ്റ് ഒക്കെ തൂത്തിട്ട് ഇരിക്കുക, അതുകൊണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് വരാമല്ലോ, അപ്പോൾ എനിക്ക് ഒന്നും വേണ്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തന്നെ എനിക്ക് അത്യാവശ്യം പിടിച്ച് ഇവർ രണ്ടുപേരുടെ സഹായത്തോടെ ആണെങ്കിലും വേദന കുറഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റി. അങ്ങനെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വണ്ടിയും പിടിച്ച് ഞങ്ങൾ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ച ആളാണെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ ഉമിനീര് എനിക്ക് തന്നിട്ട് എൻ്റെ ഇവിടെ തൂത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു മുഴയുണ്ട്, പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് തൂത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മുഴ അവിടെ അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞു മുട്ട് കുത്താൻ പറഞ്ഞു. ഞാൻ മുട്ട് കുത്തി. അന്നേരം അച്ഛൻ പറഞ്ഞു തല കുമ്പിട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കിടന്നപ്പോൾ അച്ഛൻ എൻ്റെ നടുവിൽ 2-3 കൊട്ട് കൊട്ടി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാൽ എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു കയ്യും പൊക്കി അടിച്ച് തുള്ളിച്ചാടാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തുള്ളിച്ചാടി. എൻ്റെ വേദനയെല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എനിക്ക്. അതിനുശേഷം അച്ഛൻ ഇവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ 10 കിലോ അരിച്ചാക്ക് എടുത്ത് ഞാൻ കുരിശടി പോയിട്ട് തിരിച്ചു വന്നു. യാതൊരു വേദന ഇപ്പം എനിക്കില്ല. ഇതുപോലെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന് ഒരുപാട് നന്ദി പറയുന്നു. മറ്റുള്ളവരാണ് ഈ സഹോദരിയെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ മാറ്റിയിരുത്തിയിരുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ചാക്കെടുത്ത് പൊക്കി നടക്കുന്നവരായി കർത്താവ് മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഈ റിപ്പോർട്ടുകളെല്ലാം ഇവിടെ ഇരിക്കുന്ന MRI റിപ്പോർട്ട് അനുസരിച്ച് ഈ സഹോദരിയുടെ L4 L5 അത് ബൾജ് ചെയ്തിരിക്കുകയാണ്. സ്പൈനൽ കോഡിന് സ്കോളിയോസിസ്, അതായത് നട്ടലിനുള്ള വളവിനെ വിളിക്കുന്ന പേരാണ്, സ്കോളിയോസിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തത്, എഴുന്നേൽക്കാൻ പറ്റാത്തത്. ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് സഹോദരി ക്യൂവിലിരുന്ന് തന്നെയാണ് മുറിയിൽ വന്നത്. അപ്പോൾ ഈ ക്യൂവിലിരുന്ന സമയത്ത് ഒരു കസേരയിൽ നിന്ന് അടുത്ത കസേരയിലേക്ക് മാറിയിരിക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ്. അങ്ങനെ അവസ്ഥയിൽ നിന്ന് തുള്ളിച്ചാടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അരിച്ചാക്കെടുത്ത് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.